നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ഓൾട്ടോ കേറ്റൻ AMT മോഡൽ വണ്ടിയുടെ കാര്യമാണ്. ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ വാർണിംഗ് ലൈറ്റ് കത്തിക്കിടക്കുവാണ്. രണ്ടാമത് ഇത് ഗിയർ വീഴത്തില്ല, ഫസ്റ്റിലോട്ടും വീഴത്തില്ല, റിവേഴ്സിലോട്ടും വീഴത്തില്ല. ആ രീതിയിലാണ് കിടക്കുന്നത്. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതെന്നാന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഈ വണ്ടിക്ക് ഓട്ടക്കുറവാണ്. 7 വർഷം കൊണ്ട് വണ്ടി ഓടിയിരിക്കുന്നത് വെറും 10,000 കിലോമീറ്റർ ഓടിക്കുന്നത്, തീർത്തും ഓട്ടമില്ല. ഈ ഓട്ടം കുറവുള്ള AMT മോഡൽ വണ്ടികൾക്ക് അതിൻ്റെ AMT മോട്ടറിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ബാറ്ററി അഴിക്കണം. ബാറ്ററി അഴിച്ചതിന് ശേഷം നമ്മൾ ആ റിസർവ് ടാങ്കും കാര്യങ്ങളെല്ലാം ഊരിന് ശേഷം ആ AMT മോട്ടർ നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ആ AMT മോട്ടർ ഊരിയെടുത്തിട്ട് നമ്മളതിൻ്റെ ചൈൽഡ് പാർട്ടുണ്ട്. AMT മോട്ടറിൻ്റെ ചൈൽഡ് പാർട്ട് തന്നെ നമുക്ക് മാറാൻ പറ്റും. ഈ ചൈൽഡ് പാർട്ട് മാറിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും ശരിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ AMT മോട്ടറിന് ചൈൽഡ് പാർട്ട് മാറി അത് ഫുൾ അസംബിളി മാറേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ AMT മോട്ടർ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ റിസർവ് ടാങ്ക് ഉണ്ട്. ആ റിസർവ് ടാങ്കിൻ്റെ ഹൈഡ്രോളിക് ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡ് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ AMT മോട്ടർ നമുക്ക് ഊരിയെടുക്കാം. ഇത് പുതിയ മോട്ടറാണ് കാണിക്കുന്നത്, പുതിയ AMT മോട്ടറാണ് കാണിക്കുന്നത്. അത് നമ്മൾ ആ AMT മോട്ടർ ഊരിയെടുക്കുവാണ്. ഇതുണ്ടേ, ഊരിയെടുക്കുക. അതിനുശേഷം നമ്മൾ പുതിയ AMT മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ലോക്കുണ്ട്. ആ ലോക്ക് അതിനകത്ത് വീഴുന്നൊരു ഇതുണ്ട്. ആ ലോക്കും അതിൻ്റെ സൈഡിലത്തെ ലോക്കും കറക്റ്റായിരിക്കണം. കറക്റ്റാണെങ്കിൽ മാത്രമേ ആ ലോക്കിനകത്ത് കറക്റ്റായിട്ട് വീഴത്തുള്ളൂ. അത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം AMT മോട്ടറിൻ്റെ ഫ്ലൂയിഡ് റീഫില്ല് ചെയ്യണം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ഇത് കംപ്ലയിൻറ്റ് പറയാനുള്ള കാരണം മെയിനായിട്ട് വണ്ടിക്ക് ഓട്ടക്കുറവാണ്. ഈ ഓട്ടക്കുറവ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് പൊതുവെ കാണിക്കാറുള്ളത്. രണ്ടാമത് വെച്ചേക്കുന്നുണ്ടോ, പുതിയ AMT മോട്ടർ പിടിപ്പിക്കാനായിട്ടുള്ള സജ്ജീകരണം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനകത്ത് ആ ലോക്കിൻ്റെ ഇത് നമ്മൾ നോക്കുന്നുണ്ട്. കണ്ടോ, അതിനകത്ത് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നമ്മൾ വെക്കണം. വെച്ചില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് സൂട്ടായിട്ട് ഇതാകത്തില്ല. കണ്ടോ, കറക്റ്റായുണ്ടോ, കറക്റ്റ് പിടിപ്പിച്ചു. നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പം അതിനുശേഷം വണ്ടി സ്റ്റാർട്ടാക്കി. നമ്മളിപ്പം എല്ലാം പിടിപ്പിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കും. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, സ്റ്റാർട്ട് കഴിഞ്ഞപ്പോൾ ആ ലൈറ്റിങ് ഗിയറെല്ലാം വീഴുന്നുണ്ട്. ഇപ്പം അതിനകത്തെ മാനുഫാക്ചറിലാകുമ്പോൾ ആ വാർണിംഗ് ലൈറ്റ് കെട്ട്. ഇപ്പോൾ ആ സംഭവം ക്ലിയർ ചെയ്ത് ഇനി നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഇത് മെയിനായിട്ട് ഈ ഓട്ടക്കുറവുകൊണ്ടാണ് ഇങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ മെയിൻ കാരണം. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്.